ഒരാളെ ചൂണ്ടിയിട്ട് അവനൊരു അശുവാണെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് വലിയ പാങ്ങൊന്നുമില്ലെന്നും അവനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡീൽ ചെയ്യാം എന്നും ഒക്കെ ആയിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ ഒരു നോവലിന് അങ്ങനെ ഒരു പേരിട്ടാലോ? അതിൽ വലിയ കഴമ്പൊന്നുമില്ല, നോവലിൽ വലിയ കാര്യമൊന്നുമില്ല എന്നായിരിക്കും നമുക്ക് ആദ്യം തോന്നുക. പക്ഷേ ഈ നോവലിന്റെ സൃഷ്ടാവ് VM ദേവദാസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണെന്ന് അറിയുമ്പോൾ ഇതിനകത്ത് എന്തോ സംഗതി ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ് സംഗതിയൊക്കെ. വായിച്ച് തീരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ അങ്കമാലി ഡയറി സിനിമയാണോ ആലത്തൂർ പൂരമാണോ എന്നൊരു അങ്കലാപ്പിലും നമ്മൾ പെട്ടു. അതാണ് VM ദേവദാസിന്റെ അശു. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനാണ് കഥയിലെ നായകൻ. തട്ടുമുട്ടുമൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ തല്ലിപ്പിരിഞ്ഞിട്ടില്ലാത്ത ഒരു കുടുംബം അദ്ദേഹത്തിനുണ്ട്. കോളേജിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമല്ലോ, അങ്ങനെയാണല്ലോ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നത്തിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ ഇറങ്ങി പുറപ്പെടും. അയ്യപ്പൻ എന്ന് പറയുന്ന പലചരക്കടയിൽ ജോലി ചെയ്യുന്ന കാഴ്ചയ്ക്ക് ദുർബലനായ ഒരു മനുഷ്യൻ. പക്ഷേ ഈ പ്രശ്നം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇയാൾ തുരുമ്പയ്യപ്പൻ എന്ന് പറയുന്ന ഒരു അമാനുഷികനായിട്ട് മാറുന്നു. തുരുമ്പയ്യപ്പന്റെ ഓട്ടപ്പാച്ചില് അയാളുടെ ഭൂതകാലത്തിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്ന കൂരിനാസറും ചാവുമണിയനും കലാശം കണ്ണനും ഒക്കെ കൂടെ ചേരും. ഇവിടുന്ന് അങ്ങോട്ട് കഥ കഥിന പോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഈ നോവൽ വായിച്ചു തീരുമ്പോൾ നിങ്ങൾ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ സിനിമ കണ്ടതിന്റെ അനുഭവമായിരിക്കും ഉണ്ടാവുക. അസ്ഥി തുളയ്ക്കുന്ന ആക്ഷനും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും അശു മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആസുരമായ അധികാരത്തിനെതിരെയുള്ള ഒരു അതിസാധാരണക്കാരന്റെ പോരാട്ടമാണ്. പഞ്ചപാഷാണം എന്ന് പറയുന്ന ഒരു വിഷക്കൂട്ടിനെ കുറിച്ച് നോവലിൽ പറയുന്നുണ്ട്. പഞ്ചപാഷാണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഒറ്റമൂലി മാത്രമേ ഉള്ളൂ. അതും കൃത്യസമയത്ത് കിട്ടിയാൽ മാത്രമേ ഫലിക്കുള്ളൂ. അശുവും അത്തരത്തിലൊരു കൂട്ടാണ്, വിഷക്കൂട്ടല്ലെന്ന് മാത്രം. ഇതിന് ഒറ്റമൂലിയേ ഉള്ളൂ, ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഒരു 180 പേജിനകത്ത് വെച്ചിട്ട് ഒരു ഫുള്ളി പാക്ഡ് ആക്ഷൻ ത്രില്ലർ എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ സ്വാഗതം VM ദേവദാസിന്റെ അശു.